എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കമലയും വിക്രമും ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ആർക്കു വേണ്ടിയാണ് ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്? നിൻ്റെ അച്ഛനൊരു വഴി, നീ മറ്റൊരു വഴി. ഇതിങ്ങനെ ഞാൻ എത്ര കാലം ഇനിയും കാണണം? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഭക്ഷണത്തോട് അത് കാണിക്കണോ? വന്ന് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് കമല വിക്രമിനോട്. മറുപടിയായി വിക്രം, എനിക്കിത്തിരി ജോലിയുണ്ടമ്മേ. ഇത് കേൾക്കുന്ന കമല, നിനക്ക് തോന്നുന്നത് പോലെ ചെയ്യൂ. നിങ്ങളുടെ ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടാനാകും എൻ്റെ വിധി. ഇത്രയും പറഞ്ഞ് കമല കോൾ കട്ട് ചെയ്യുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് വരികയാണ് വേദ വന്നിടൻ തന്നെ അടുക്കളയിലേക്ക് പോകുന്നു. വേദയോടായി നന്ദിനിയെടുത്തി, എന്താണ് ഉദ്ദേശ്യം? എന്താ നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്താ ഇവിടെ പരിപാടിയെന്ന്? മറുപടിയായി വേദ, അടുക്കളയിലാരും ബ്രേക്ക് ഡാൻസ് കളിക്കാൻ വരാറില്ലല്ലോ. ഇത് കേൾക്കുന്ന നന്ദിനി, അത് ചിലപ്പോൾ കളിക്കുന്നവരുണ്ടാവും, പക്ഷേ നീ ഈ അടുക്കളയിൽ പാകം ചെയ്യാനായിട്ട് വരണ്ട, അതാണ് എൻ്റെ തീരുമാനം. ഇത് കേൾക്കുന്ന വേദ, ഈ ഞാൻ ആരാണാവോ? ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന ശ്രീചേട്ടത്തി, ഒന്നും മിണ്ടാതിരിക്കാമോ നന്ദിനി? പണ്ട് അമ്മ ഇവളെ അനുവദിച്ചതുകൊണ്ട് ഇവിടെ കയറി ആളാവാൻ നോക്കിയതാ. ഇപ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് പഴയ പോലെ സ്നേഹമൊന്നുമില്ലല്ലോ എന്ന് അമ്മ നന്ദിനിയെടുത്തിയോട് പറഞ്ഞു എന്ന് വേദ ചോദിക്കുന്നു. അതെനിക്കറിയാം, അതാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് നന്ദിനിയെടുത്തി പറയുന്നു. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ പണ്ടത്തേക്കാൾ ഇപ്പോൾ അച്ഛൻ എനിക്ക് സപ്പോർട്ടാണ്. നന്ദിനിയെടുത്തി പോരെടുക്കുന്നുവെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞോളാം, വേണോ? ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ശ്രീചേട്ടത്തി, നന്ദിനി എന്തെങ്കിലും പറഞ്ഞോട്ടെ, വേദയ്ക്ക് വേണ്ടുന്നത് വേദ ചെയ്തോളൂ. വേദയോടായി നന്ദിനി, അപ്പോൾ അച്ഛൻ്റെ സപ്പോർട്ടുണ്ടെന്നുള്ള അഹങ്കാരമാണല്ലേ നിനക്ക്? തിരിച്ച് നന്ദിനിയോട് വേദ, അച്ഛൻ്റെ സപ്പോർട്ട് നിങ്ങളും എടുത്തോ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞോ? നിങ്ങളോ? അപ്പം നീ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ എന്ന് നന്ദിനി വേദയോട്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ശ്രീചേട്ടത്തി, നന്ദിനി നീയല്ലേ ഇപ്പം ഇങ്ങോട്ട് വഴക്കുണ്ടാക്കാൻ വന്നത്? ഇത് കേട്ട് നിന്ന വേദ നന്ദിനിയോടായി, ഇനിയിപ്പോൾ ഞാനാ വഴക്കുണ്ടാക്കാൻ വന്നതെന്നു ഏട്ടത്തി പറഞ്ഞാലും ഞാൻ ഇതൊക്കെ ചെയ്യും. ആഹാ, നീ എന്നെ എന്തോ ചെയ്യുമെന്ന് നന്ദിനി വേദയോടായി ചോദിക്കുമ്പോൾ, അയ്യോ ഏടത്തിയെ ഞാനൊന്നും ചെയ്യത്തില്ല, ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് വിക്രത്തിന് ഭക്ഷണം ഉണ്ടാക്കാനായിട്ടാണ്, അത് ഞാൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കമല വരുന്നു. എന്താ ഇവിടെ? അമ്മേ, നമ്മൾ എന്നത്തെയും പോലെ വിക്രമിന് ഭക്ഷണം എല്ലാവരുടെയും കൂട്ടത്തിൽ ഉണ്ടാക്കാറുള്ളതല്ലേ, ഇതിപ്പോൾ നോക്കിക്കേ, വേദ എന്താണ്ട് പ്രത്യേകമായി ഉണ്ടാക്കി അവന് കൊണ്ടു കൊടുക്കാൻ പോകുന്നു എന്ന്. ഈ വീട്ടിൽ രണ്ടടുപ്പ് കൂട്ടാനുള്ള പുറപ്പാടാണേ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് കേൾക്കുന്ന വേദ മറുപടിയായി, എൻ്റെ മനസ്സിൽ അങ്ങനൊരു ഉദ്ദേശവുമില്ല, ഇനി മറ്റു വല്ലതും മനസ്സിൽ വെച്ച് അങ്ങനെ വല്ലതും കാണിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടത് ഞാൻ തന്നെ ചെയ്യുമെന്ന് വേദ പറയുന്നു. ഈ വീട്ടിൽ എന്നോട് ദേഷ്യം കാണിക്കുന്ന പലരും മനസ്സറിഞ്ഞ് കാണിക്കുന്നതല്ല എന്നൊക്കെ എനിക്കറിയാം. നന്ദിനി അടുത്തി അതിൽ പെടില്ല കേട്ടോ എന്ന് വേദ നന്ദിനിയോട്. ഏട്ടത്തിക്ക് കുശുമ്പാണ്, നല്ല മുഴുത്ത കുശുമ്പ്. ഈ സമയം നന്ദിനി അമ്മയോടായി, അമ്മ ഈ പറഞ്ഞതൊക്കെ കേട്ടില്ലേ, നീ നിന്റെ കാര്യം നോക്ക് നന്ദിനി എന്ന് പറഞ്ഞ് കമല അവിടെ നിന്ന് മടങ്ങുന്നു. ഈ സമയം വേദ നന്ദിനിയോടായി, അതെ അമ്മ പറഞ്ഞു കേട്ടില്ലേ, സ്വന്തം കാര്യം നോക്കി വേദ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. അമ്മ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വേദയുടെ നേരെ ചാടിക്കളിക്കാനായി നന്ദിനി. ആര് പറഞ്ഞു? അമ്മ അങ്ങനെ തന്നെയാ പറഞ്ഞതെന്ന് വേദ ഉറച്ചു പറയുന്നു. ഒന്നങ്ങോട്ട് മാറിയെന്നേ, ഞാൻ വിക്രമിനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കട്ടെ. അടുക്കളയിലുള്ള ഒരു ചട്ടുകം കയ്യിലെടുത്ത ശേഷം നന്ദിനിക്ക് ഒരടി വെച്ച് കൊടുത്തിട്ട് വേദ, ദേ അവിടെ മുറി പോയിരുന്നേ, കുറച്ചും കൂടെ ദുഷിപ്പ് ആലോചിക്ക്, ഞാനും ശ്രീചേട്ടത്തിയും കൂടി ഉച്ചയ്ക്കുള്ളതെല്ലാം തയ്യാറാക്കിക്കോളാം. ഇതെല്ലാം കേട്ടതിൻ്റെ ദേഷ്യത്തിൽ പെട്ടെന്ന് തന്നെ നന്ദിനി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ശ്രീജ വേദയോടായി, ഇനി വേദയ്ക്ക് സമാധാനമായി കുക്ക് ചെയ്യാമല്ലോ. ആര് പറഞ്ഞു നന്ദിനിയെടുത്തി പോയിന്ന്? ആ കഥവിൻ്റെ മറവിൽ വല്ലതും മറിഞ്ഞെന്ന് നമ്മൾ എന്താ പറയുന്നതെന്ന് കേൾക്കുന്നുണ്ടാവും. അതെനിക്ക് ഉറപ്പാണ്, ആ വാതിലിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടാവും നമ്മൾ എന്താ പറയുന്നതെന്ന് പിടിച്ചെടുക്കാൻ. ഇതിന് മറുപടിയായി ശ്രീചേട്ടത്തി, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല വേദ, സംശയമുണ്ടോ? ഒരൊറ്റ ഓട്ടത്തിന് ഇപ്പം ഞാൻ പോയി പിടിക്കുന്നുണ്ടാവും. അങ്ങനെ വേദ ഓടാൻ തയ്യാറാവുകയാണ്. റെഡി, 1 2 3. ഇത് കേട്ടതും കഥകിൻ്റെ പിന്നിൽ മറിഞ്ഞു നിന്ന നന്ദിനി ഓടാനായി ശ്രമിക്കുമ്പോൾ കാല് തട്ടി നിലത്ത് വീഴുന്നു. ഇത് കണ്ട് അങ്ങോട്ടേക്ക് ചിരിച്ചുകൊണ്ടെത്തുകയാണ് വേദയും ശ്രീചേട്ടത്തിയും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്രീചേട്ടത്തി. വേദന കൊണ്ട് എഴുന്നേൽക്കുന്ന നന്ദിനിയോടായി ശ്രീചേട്ടത്തി, ബാമ്പെല്ലാം വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. വീഴ്ച കാരണമുണ്ടായ വേദനയും ചമ്മലും മറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നന്ദിനി അവിടെ നിന്ന് പോകുന്ന സമയത്ത് വേദയോടായി, നിനക്ക് ഞാൻ ശരിയാക്കി തരാൻ വേണ്ടിയെന്ന് മനസ്സിൽ പറയുന്നുമുണ്ട്. ഈ സമയം വർക്ക്ഷോപ്പിൽ ഉച്ചഭക്ഷണം കഴിക്കാനായി കൂട്ടുകാരെല്ലാവരും ചേർന്ന് പോവുകയാണ്. അവർ ആ സമയം വിക്രമിനെയും വിളിക്കുന്നുണ്ട്. വിക്രം പക്ഷേ കൂട്ടാക്കുന്നില്ല. ഞാൻ വരുന്നില്ലെന്ന് അവരോട് പറയുന്നു. ഇത് കേൾക്കുന്ന ജോസഫ്, അതെന്താടാ നിനക്ക് വ്രതമാണോ? ഞാൻ രാവിലെ മുതൽ നോക്കുന്ന ഇവൻ ഒരു പണിയും ചെയ്യാതെ എന്തോ ആലോചിച്ച് കിടക്കുകയാണെന്ന് അനിയൻകുട്ടൻ. രാജേട്ടൻ വിക്രമിനോടായി, വീടിൻ്റെ കാര്യമാണെങ്കിൽ വിട്ടേക്ക്, കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ഛൻ്റെ ദേഷ്യമൊക്കെ മാറും, വെറുതെ പട്ടിണി എടുക്കാതെ വാട എന്ന് പറഞ്ഞ് ജോസഫ് നിർബന്ധിക്കുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് ഒരു ഓട്ടോ വരികയാണ്. അതിൽ വേദയായിരുന്നു. വിക്രമിനായുള്ള ഉച്ചഭക്ഷണവുമായി വന്നിരിക്കുകയാണ് വേദ. വേദയെ കണ്ടതും അനിയൻകുട്ടൻ കളിയാക്കാൻ എന്നോണം വിക്രമിനോടായി, അത് ശരി, നിനക്കുള്ള ഭക്ഷണം വരുമെന്നുണ്ടായിരുന്നല്ലേ, എങ്കിൽ പിന്നെ അത് പറയാറുന്നില്ലേ നേരത്തെ? ഇത് കേൾക്കുന്ന താമസം വിക്രം ദേഷ്യത്തോടെ, ഇതെന്താ ഇങ്ങോട്ട്?
കണ്ടില്ലേ, ഭക്ഷണവുമായി വന്നതാണ്. ഞാൻ നിന്നോട് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഭക്ഷണം കൊണ്ടുവരാനെന്ന് വേദയോട്. വേദയെ സപ്പോർട്ട് ചെയ്യാനായി ജോസഫ്, എടാ അത് അറിഞ്ഞു ചെയ്യുന്നവളല്ലേ ഭാര്യ. വേദ രാജേട്ടനോട് പറയുന്നുണ്ട്, അമ്മ ഉണ്ണാൻ വിളിച്ചു, പക്ഷെ വിക്രം വന്നില്ല. എന്നാ പിന്നെ ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. രാജേട്ടൻ വേദയോട് പറയുന്നുണ്ട്, ഇവൻ അതിനിന്ന് ഉണ്ണാവൃതാണ്, ഞങ്ങൾ ഉണ്ണാൻ വിളിച്ചിട്ട് പോലും വരുന്നില്ല. അതൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാമെന്ന് ചിരിച്ചുകൊണ്ട് വേദ മറുപടി പറയുന്നു. വേദ അവരോടായി, നിങ്ങൾ ഉണ്ണാൻ ഇറങ്ങുകയാണോ? എങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് വരൂ, ആ സമയത്തേക്കും വിക്രമിൻ്റെ ഊണ് കഴിഞ്ഞിട്ടുണ്ടാവും. ഓ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഒഴിവായി തരണമല്ലേ, പ്രൈവസി പ്രൈവസി. ഇത് കേൾക്കുന്ന വിക്രം ദേഷ്യത്തോടെ ജോസഫിനോട് പോടാ അവിടുന്ന് എന്ന് പറയുന്നു. ഈ സമയം വേദ വിക്രമിനോട് വരൂ കഴിക്കാമെന്ന് പറയുന്നു. ദേഷ്യത്തോടെ വേദയെ നോക്കുന്ന വിക്രമിനോടായി, നിങ്ങൾ എന്തിനാ വിക്രം ഇങ്ങനെ രണ്ടു തരം സ്വഭാവം കാണിക്കുന്നത്? തനിച്ചുള്ളപ്പോൾ നിങ്ങൾ എന്നോട് പെരുമാറുന്ന വിധത്തിലേ അല്ല വീട്ടിലുള്ളപ്പോൾ പെരുമാറുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വേദ ചോദിക്കുമ്പോൾ, ഞാൻ എപ്പോഴും ഒരുപോലെ തന്നെ പെരുമാറാറുള്ളൂ. ശരിക്കും എന്ന വേദ എടുത്തു ചോദിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് സ്വയം വേദ പറയുന്നു. എന്താണെന്ന് പറയട്ടെ, വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, തനി മൊഷടനായൊരു അലമ്പൻ. എന്നെ അല്പമൊന്ന് സ്നേഹിച്ചാൽ വീട്ടിൽ തല്ലിപ്പൊളിയെ അഭിനയിക്കുന്ന നിങ്ങളുടെ സ്വഭാവം നന്നായി പോയെന്ന് അവർ കരുതിയാലോന്നല്ലേ? അത് തോന്നാൻ പാടില്ലല്ലോ, അതല്ലേ കാരണം? ഇത് കേൾക്കുന്ന വിക്രം, ഞാൻ എന്തിനെൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ തല്ലിപ്പൊളിയായിട്ട് അഭിനയിക്കണം? അതിൻ്റെ കാരണമാണ് എനിക്കും അറിയേണ്ടതെന്ന് വേദ. അറിയാൻ മാത്രം പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഇങ്ങനെയാണെന്ന് വിക്രം. അല്ല, വിക്രം ഇങ്ങനല്ല എന്ന് ഉറച്ച സ്വരത്തിൽ വേദ. ഇത് വെറുതെ മനഃപൂർവ്വം കാണിക്കുന്നതാണ്. നിങ്ങൾ ആരോടോ എന്തിനോടോ ഉള്ള പക കാണിക്കുകയാണ് വിക്രം. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ എന്നോട് ഇടപഴകിയത് എന്നോടുള്ള സ്നേഹത്തേക്കാൾ കൂടുതൽ ആ ശ്രീകാര്യം ശ്രീനിവാസനോടുള്ള കടപ്പാട് കൊണ്ടാണ്. അതെനിക്ക് മനസ്സിലായി. എന്തിനാണ് അത്രയും ലോയാലിറ്റി? എന്ത് മാജിക്കാണ് ആ ശ്രീകാര്യം ശ്രീനിവാസ് നിങ്ങളുടെ ലൈഫിൽ ചെയ്തത്? എല്ലാം കേട്ടുനിന്ന് വിക്രം, മതി, ആ ഭക്ഷണം അടവച്ചിട്ട് തിരിച്ചു പോകാൻ നോക്ക്. പോകുന്നതിന് മുമ്പായി വേദ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് ഞാൻ അറിഞ്ഞിരിക്കും, അതുറപ്പ്. അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇത്രയും പറഞ്ഞ ശേഷം വേദ, തൽക്കാലം നമുക്ക് ഈ ഭക്ഷണം കഴിക്കാം, എനിക്ക് കൂടെയുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. കാട്ടിൽ വെച്ച് മാത്രമല്ല എവിടെ വെച്ച് വേണമെങ്കിലും വിക്രത്തിനും വേദയ്ക്കും ഭക്ഷണം പങ്കിടാം, ആരും ഒന്നും പറയില്ല. പോയി കൈ കഴുകിയിട്ട് വാ. ഉള്ളിൽ തടയുന്ന പുഞ്ചിരി തടുക്കണ്ട. ഭക്ഷണത്തിന് മുമ്പിൽ ഗൗരവമൊന്നും വേണ്ട. അന്നേ ദിവസം രാത്രി വിക്രം തൻ്റെ മുറി ശരിയാക്കാനുള്ള പണിപ്പാടിലാണ്. തന്നെ സഹായിക്കാനൊരുങ്ങുന്ന വേദയോട്, അതെ, നീ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യണ്ട, ഈ വീട്ടുകാരെ നിന്നെ ഉപേക്ഷിച്ച മുറിയാണിത്. ഈ വീട്ടിൽ അവരെല്ലാവരും ഉപേക്ഷിച്ച ഒരാൾ കൂടി ഉണ്ടല്ലോ, അയാളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയ സ്ഥിതിക്ക് ഈ മുറി വിട്ടു പോകാൻ പറ്റില്ലല്ലോ എന്ന് വേദ. ഈ സമയം അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ശ്രീജേടത്തിയും വിശ്വേട്ടനും. വിക്രമാകട്ടെ ജനലിലെ കതവിന് പകരം മുണ്ടെടുത്ത് മറക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് വിശ്വേട്ടൻ, നീ ഇങ്ങനെ എല്ലായിടവും തുണി കൊണ്ട് മറച്ചിട്ടൊന്നും കാര്യമില്ല. മുകളിലോട്ട് ലൈറ്റിൻ്റെ അങ്ങോട്ട് നോക്കിയ ശേഷം വിശ്വേട്ടൻ, വയറൊക്കെ വലിച്ച് ലൈറ്റൊക്കെ ഇട്ടല്ലേ? മറുപടിയായി വിക്രം, എല്ലാക്കെ കത്തിപ്പോയില്ലേ? ഈ സമയം വിശ്വേട്ടൻ വിക്രമിനോടായി പറയുന്നുണ്ട്, എടാ, നീ ഞങ്ങളുടെ ഇളയ അനിയനാണ്, അല്ലാതെ പുറം പണിക്ക് പുറത്തുനിന്ന് വന്ന മറ്റൊരാളല്ല. ഇനി അഥവാ പണിക്കാരനാണെ പോലും ഇങ്ങനൊരവസ്ഥയിൽ കിടക്കാൻ സമ്മതിക്കാൻ പാടില്ലെന്ന് ശ്രീജേടത്തി. അങ്ങോട്ടേക്ക് വന്ന വേദയോട്, വേദയും ഇങ്ങോട്ടാണ് കിടക്കാൻ പോകുന്നതെന്ന് ശ്രീജേടത്തി. അതെ, അതല്ലേ വേണ്ടതെന്ന് വേദ. നിങ്ങൾക്ക് ഞങ്ങളുടെ മുറിയിൽ തന്നെ കിടക്കാം. ഇത് കേൾക്കുന്ന വേദ, അയ്യോ വേണ്ട ഇടത്തി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം മറുപടിയായി, എനിക്ക് കിടക്കാൻ ഈ സ്ഥലം തന്നെ ധാരാളം, അതിപ്പോൾ മുറ്റത്താണേലും വിരോധമില്ല. പക്ഷേ വേദയ്ക്കത് പോരല്ലോ എന്ന് ശ്രീജേടത്തി. മറുപടിയായി വേദ, വിക്രമുള്ളപ്പോൾ ഞാനതിനാണ് പേടിക്കുന്നത്. ഇനി അഥവാ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ അന്ന് ചെയ്ത പോലെ എന്നെ അകത്തിട്ട് പൂട്ടിയിട്ട് പോകല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വൻ വിക്രത്തിനോടായി, നീ പേടിക്കേണ്ട വിക്രം, അധിക ദിവസം ഈ മുറി ഇങ്ങനെ കിടക്കത്തില്ല. എനിക്കും ഇതിങ്ങനെ കിടക്കുന്നതിൽ ആഗ്രഹമുണ്ടായിട്ടില്ലെന്ന് വിക്രം. നിന്റെ കാശല്ലേ അച്ഛൻ വാങ്ങില്ല എന്നുള്ളൂ. ഞാൻ ഈ ചായപ്പ് ശരിയാക്കിയ അച്ഛനത് തടയാൻ വരില്ലല്ലോ. ഇത് ശരിവെക്കുകയാണ് ശ്രീജേടത്തിയും. വിശ്വേട്ടൻ ഈ മുറി ശരിയാക്കാൻ പോവുകയാണ്. ഓഫീസിൽ കുറച്ച് അഡ്വാൻസ് ചോദിച്ചിട്ടുണ്ട്, അവർ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ മുറി ഒന്ന് ശരിയാക്കണം, കുറച്ച് ഫർണിച്ചറും വാങ്ങണം, പിന്നെ ശ്രീജയ്ക്കൊരു മാല. എല്ലാത്തിനും കൂടി ഞാൻ ഒരു ലോൺ അപേക്ഷിച്ചു, എല്ലാം ശരിയാകും. ഇത് കേൾക്കുന്ന വിക്രം, വിശ്വേട്ടാ അതൊന്നും വേണ്ട. മറുപടിയായി വിശ്വം, നീ ഒന്നും മിണ്ടാതിരിയടാ, നമ്മൾ 3 പേരുള്ളപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നത് ശരിയല്ല. ഈ സമയം വിശ്വൻ വിക്രത്തിന് നേരെ ഒരു കവർ നീട്ടുന്നു. നിന്റെ ഡ്രസ്സൊക്കെ കത്തിപ്പോയില്ലേ? ഇത് 4 ഷർട്ടും ജീൻസും ഒക്കെയാണ്. അത് മേടിക്കാതെ മടിച്ചു നിൽക്കുന്ന വിക്രത്തോട് വാങ്ങാനായി വിശ്വൻ ആവശ്യപ്പെടുന്നു. ഈ സമയം വിശ്വൻ പഴയ ചില ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. പണ്ടച്ഛൻ ഓണക്കോടി മേടിക്കുന്ന സമയത്ത് നിനക്ക് മാത്രം അത് തരാൻ ഞാൻ സമ്മതിക്കില്ല. ഓണക്കോടി കിട്ടിയില്ലെന്ന് പറഞ്ഞ് നീ നിന്ന് കരയുമ്പോൾ ഞാൻ വാങ്ങിയതാണെന്നുള്ള മട്ടിൽ നിനക്ക് ഞാനത് തരും. അച്ഛൻ വാങ്ങി തന്നില്ലെങ്കിലും എനിക്ക് ഏട്ടനുണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ കെട്ടിപ്പിടിച്ച് അഭിമാനിക്കുമായിരുന്നു. ഒരിക്കൽ ഒരോണത്തിന് അത് പൊളിഞ്ഞു. അച്ഛൻ തന്നെയാണ് ഓണക്കോടി വാങ്ങുന്നതെന്ന് നിനക്ക് മനസ്സിലായി. പക്ഷേ നീ അത് പുറത്ത് കാണിച്ചില്ല.
എനിക്കുള്ളത് ചേട്ടൻ തന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞ് നീ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ആ കൊല്ലം ഓണക്കോടി വാങ്ങിയത്. അത് ഓർമ്മയുണ്ടോ നിനക്കെന്ന് വിക്രത്തിനോടായി ചോദിക്കുന്നു. ഇത് പക്ഷേ അച്ഛൻ്റെ കാശിന് വാങ്ങിയതല്ല, വിശ്വേട്ടൻ തന്നെ വാങ്ങിയതാണെന്ന് പറയുമ്പോൾ വിക്രത്തിൻ്റെ കണ്ണുകൾ നനയുന്നു. വിശ്വേട്ടനെ ചേർത്ത് പിടിച്ച് വിക്രം കരയുന്നു. വിശ്വേട്ടനും ശ്രീചേട്ടത്തിയും അവിടുന്ന് മടങ്ങിയ ശേഷം വേദ ചോദിക്കുന്നു, എന്തു പറ്റി ഈ കണ്ണുകൾ നനഞ്ഞത്? ഉള്ളാകെ ഒന്ന് ഒലിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. കണ്ടില്ലേ വിക്രം, ഇപ്പോഴും പരസ്പരമുള്ള സ്നേഹവും ചേർത്തുപിടിക്കലുമെല്ലാം ഈ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. അത് പക്ഷേ നിങ്ങൾ മാത്രം കണ്ടില്ലെന്ന് വെക്കുന്നതേ ഉള്ളൂ എന്ന് വിക്രത്തിനോടായി. ആ കവറിങ്ങി തരൂ, ഞാൻ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് പോകുന്നു. പിറ്റേന്ന് രാവിലെ ശ്രീചേട്ടത്തെയും വേദയും കൂടി മാർക്കറ്റിൽ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. ഈ സമയം ശ്രീജ വേദയോടായി, നമ്മൾ ആകെ എന്തൊക്കെയാ വാങ്ങിയത്? കുറച്ച് തക്കാളിയും വെണ്ടയ്ക്കയും പച്ചക്കറിയും വാങ്ങിയപ്പോൾ തന്നെ രൂപ 500-ന് മേൽ കടന്നു. സാധാരണ ഒട്ടുമിക്ക സാധനങ്ങളും പറമ്പിലുണ്ടാകാറുണ്ട്. കുറച്ച് ദിവസമായിട്ട് അച്ഛൻ്റെ ശ്രദ്ധ എത്താത്തതുകൊണ്ട് പലതും ഉണങ്ങി കരിഞ്ഞുപോയി. ഞാൻ ശ്രീചേട്ടത്തിയോടെ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് വേദ. ഇത് കേൾക്കുന്ന ശ്രീചേട്ടത്തി, അതിനിപ്പോൾ എന്തിനാണ് ഇത്ര വലിയ മുഖവര? ഞാനിത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഒഴുക്കെ ഒന്നില്ലെങ്കിൽ ശ്രീചേട്ടത്തി ഒഴിഞ്ഞു മാറി, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കാരണം പറയാതെ പോയി. എന്നാളും ഞാനും പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. ഞാൻ ഭൂതകാലം ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയണമെന്ന് തോന്നുന്നു. ശ്രീചേട്ടത്തി സത്യം പറയണം. ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. വിക്രത്തിനെ പറ്റിയാണോ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ അതെ, വിക്രമിന് എന്താണ് പറ്റിയതെന്ന് വേദ ചോദിക്കുന്നു. എങ്ങനെയാണ് വിക്രം ഇങ്ങനായത്? എന്താണ് വിക്രമിന് സംഭവിച്ചത്? ഒരു പക്ഷേ വിക്രമിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇതറിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞാലോ? ഈ തല്ലും വഴക്കും അടിയും ഒന്നുമില്ലാത്ത സാധാരണ ജീവിതം വിക്രം ജീവിച്ചു കാരണമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ ശ്രീചേട്ടത്തി? ചേട്ടത്തി വിവാഹം കഴിച്ചു വന്നിരുന്ന കാലത്ത് വിക്രം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നത്? ശരിയല്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ എന്താ സംശയം? അവനെപ്പോലൊരു കുട്ടി ഈ നാട്ടിൽ വേറെ കാണില്ല. അത് വിക്രമിനെ സംബന്ധിക്കുമ്പോൾ അച്ചട്ടായിരുന്നു. എന്നിട്ട് എവിടെ വെച്ചാ താളം തെറ്റിയതെന്ന് വേദ ചോദിക്കുന്നു. ശ്രീചേട്ടത്തി പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ടാവും. നമ്മൾക്ക് തിരക്കൊന്നുമില്ലല്ലോ എന്ന് വേദ പറയുമ്പോൾ എനിക്ക് കേൾക്കണം. വിക്രമിനെ കുറിച്ചുള്ള കഥകളെല്ലാം. നല്ലത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് വേദ. പെൺകുട്ടികളെ വീടിൻ്റെ വിളക്കെന്നൊക്കെ പറയാറില്ലേ? അതുപോലെ ആ വീടിൻ്റെ വിളക്കായിരുന്നു വിക്രം. പിന്നെ വിക്രം എങ്ങനെയാണ് ഇങ്ങനായതെന്ന് വേദ. അല്പം വിഷമത്തോടുകൂടി ശ്രീജ പറയാം. അങ്ങനെ വേദയും ശ്രീജയും കൂടി ഒരു കഫേയിൽ കയറിയിരിക്കുകയാണ്. ചായ കുടിച്ച ശേഷം ശ്രീജ വേദയോടായി പറയുന്നു, അച്ഛനെന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. അവർ രണ്ടാളും ശരിക്കും കൂട്ടുകാരെ പോലെ തന്നെയായിരുന്നു. തനിക്കിത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് വേദ. അവരുടെ അക്കാലത്തെ അടുപ്പവും ബന്ധവും അറിയാത്ത ആർക്കും തന്നെ അത് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് ശ്രീജയും പറയുന്നു. ആ വീട്ടിലെല്ലാവരും തന്നെ അവനെ തലയിൽ വെച്ചാണ് വളർത്തിയത്. അമ്മയ്ക്ക് അവനൊരു പെൺകുട്ടിയായിട്ട് കാണാനായിരുന്നു ഇഷ്ടം. ശരിക്കും അങ്ങനായിരുന്നു എന്ന് വേദ. മറുപടിയായി ശ്രീജ, അതേന്നേ, ചെറുപ്പത്തിലമ്മ അവനെ അങ്ങനെ ഒരുക്കിയെടുക്കുമായിരുന്നു. എന്നൊക്കെ വളർത്തിയ ആളെന്ന് ഇപ്പോൾ കണ്ടാൽ പറയേയില്ലെന്ന് വേദ. സ്കൂളിലും നിറയെ പെൺകുട്ടികളായിരുന്നു വിക്രമിന് കൂട്ട്. ആൺകുട്ടികളെല്ലാം ഫുട്ബോളും മറ്റും കളിക്കാൻ പോകുമ്പോൾ വിക്രം പെൺകുട്ടികളോട് ചേർന്ന് കൊത്താങ്കല്ല് കളിക്കാൻ പോകുമായിരുന്നു അത്രേ. എൻ്റെ വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് പോലും വിശ്വേട്ടനും വിനായകേട്ടനും അവനെ അത് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അങ്ങനെ വളർന്നതിൻ്റെ ഒരു ഗുണം വിക്രമിനുണ്ട്. അതെന്തായെന്ന് ശ്രീചേട്ടത്തി ചോദിക്കുമ്പോൾ അത് ഏടത്തിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പെൺകുട്ടികളെ വിക്രത്തിന് വേഗം മനസ്സിലാവും. അവരനുഭവിക്കുന്ന ആവശ്യങ്ങൾ, വേദനകൾ എല്ലാം. ഇത്രയും മാന്യമായ സ്ത്രീകളോട് ഇടപഴകുന്ന ആണുങ്ങളെ അപൂർവമായി മാത്രമേ കാണാൻ പറ്റൂ എന്ന് വേദ പറയുമ്പോൾ അത് ശരിവെക്കുകയാണ് ശ്രീജ. എൻ്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് ശ്രീജ ഓർത്തെടുത്ത് പറയുന്നു. എൻ്റെ മകൻ്റെ കൂടെ ഏത് പാതിരാത്രിക്കും ഏത് പെൺകുട്ടിക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം. ഒരു നോട്ടം കൊണ്ട് പോലും അവൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന്. അല്ല, ഈ രാധ എപ്പോഴാണ് വീടുമായിട്ട് അടുത്തിട്ടുള്ളതെന്ന് വേദ. അത് ശരി, അതറിയാനായിട്ടല്ലേ കൂടുതൽ തിടുക്കമെന്ന് കളിയാക്കൽ രൂപേണ ശ്രീജ അടുത്തി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.